ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവനായ താരം ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: സഞ്ജു സാംസൺ. ടീമിനായി സാധ്യമായതെല്ലാം നേടിക്കൊടുത്തിട്ടും അവഗണനയും തഴയലും മാത്രമാണ് ഈ മലയാളി താരത്തിന്റെ കരിയറിൽ ബാക്കിയുള്ളത്. 2026 T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടമുയർത്തിയപ്പോൾ അതിനു പിന്നിൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമണിഞ്ഞ സഞ്ജുവിന്റെ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ടായിരുന്നു. തൊട്ടതിനൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ഒരു ക്രിക്കറ്റ് ലോകത്ത് സഞ്ജു സാംസൺ എന്ന മലയാളിക്ക് മാത്രം എന്നും ലഭിച്ചത് വിവേചനത്തിന്റെ മരുഭൂമിയായിരുന്നു. സെഞ്ചുറികൾ അടിച്ചു കൂട്ടുമ്പോഴും കിരീടങ്ങൾ നേടിത്തരുമ്പോഴും ആ കയ്യടികൾക്കിടയിലൂടെ അവനെ ടീമിന് പുറത്തേക്ക് തള്ളിയിടാൻ ഇവിടെ ചിലർ തിടുക്കം കൂട്ടി. എത്രയൊക്കെ തഴഞ്ഞാലും എത്രയൊക്കെ അപമാനിച്ചാലും പുഞ്ചിരിയുടെ മാത്രം അതിനെ നേരിട്ടു ആ മനുഷ്യൻ. 2026 ഇന്ത്യ ലോകകപ്പ് കിരീടമുയർത്തുമ്പോൾ ആ വിയർപ്പിലും അധ്വാനത്തിലും സഞ്ജുവിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. എന്നിട്ടും കാവ്യനീതി ലഭിച്ചുവെന്ന് ലോകം കരുതിയിടത്തു നിന്ന് വീണ്ടും അതേ തഴയിലും അവഗണനയും തുടരുമ്പോൾ സഞ്ജു ചോദിക്കുന്നുണ്ട്, ഇതാരോടാണ് നിങ്ങളുടെ പോരാട്ടം? ഇന്ത്യൻ ക്രിക്കറ്റിലെ ഫേവറിസത്തിന് പലവട്ടം ഇരയായപ്പോഴും മൗനം പാലിച്ച് മുന്നോട്ട് പോയ സഞ്ജു കഴിഞ്ഞ ദിവസമാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. പേരെടുത്തു പറയാതെ ടീം മാനേജ്മെന്റിനെയും സെക്ടർമാരെയും സഞ്ജു എയറിലാക്കി. ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഇടയിലും തന്റെ മികവിൽ വിശ്വസിച്ച് മുന്നോട്ട് നടന്ന സഞ്ജുവിന് കാലം കാത്തുവെച്ച് കാവ്യനീതിയായിരുന്നു ആ ലോകകപ്പ്. അന്ന് ക്രിക്കറ്റ് ലോകം ഹീറോ എന്ന് വാഴ്ത്തിയ സഞ്ജുവിന് ഇന്ന് ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥാനമുറപ്പുണ്ടെന്ന് പറയാനാവുന്നില്ലെന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കേരളത്തിൽ നിന്ന് പൊരുതി വന്ന സഞ്ജുവിനെ പോലൊരു താരത്തിനെ പുറത്തിരുത്തിയാലും ആരും ചോദ്യം ചെയ്യില്ലെന്ന ധൈര്യത്തിലാണ് നേരത്തെ തന്നെ ടീം മാനേജ്മെന്റും സെലക്ടർമാരും എത്തിയതെന്ന് പറയാം. സഞ്ജുവിന്റെ ഒരു മോശം പ്രവർത്തനമായി കാത്തിരിക്കുന്ന ക്രിക്കറ്റ് ബുദ്ധിജീവികൾ ഏറെയാണ്. പലപ്പോഴും ഇത്തരം ബുദ്ധിജീവികളുടെ പോസ്റ്റ്മോർട്ടം കണക്കെയുള്ള ഇഴക്കേറിയുള്ള വിമർശനങ്ങൾ സഞ്ജുവിനെ ഒരു നിമിഷമെങ്കിലും വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പ്. എന്നാൽ ഇതിനെല്ലാം മറികടന്നാണ് സഞ്ജു ഇന്നത്തെ സഞ്ജുവായി മാറിയത്. ഇതിൽ സുനിൽ ഗവാസ്കറിന്റെയും സഞ്ജയ് മഞ്ജരക്കറുടെയും കാര്യം എടുത്തു പറയേണ്ടതാണ്. സഞ്ജുവിന്റെ മോശം പ്രകടനത്തെ കൂടുതൽ കടന്നാക്രമിക്കുന്നത് ഇവരാണ്. എന്നാൽ സഞ്ജുവിനെ തഴയുന്ന സമയത്ത് ഇത് അനീതിയാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഇവർ ഇതുവരെ വാ തുറന്നിട്ടില്ലെന്നാണ് എടുത്തു പറയേണ്ടത്. രവിശാസ്ത്രിയും രാഹുൽ ദ്രാവിഡും ഉൾപ്പെടെ പല പ്രമുഖരും സഞ്ജുവിന്റെ കാര്യത്തിൽ മൗനവ്രതം തുടരുകയാണ്. സഞ്ജുവിനെ വിമർശിക്കാൻ മാത്രമാണ് ഇവരെല്ലാം തയ്യാറാവുന്നതെന്ന് പറഞ്ഞാലും തെറ്റാകില്ല. എന്നാൽ സഞ്ജുവിന് പിന്തുണ നൽകി മുൻ ഇന്ത്യൻ ഓപ്പണറായ വീരേന്ദ്ര സെവാഗും സുരേഷ് റെയ്നയും രംഗത്തെത്തി. RSനും ക്രിസ് ശ്രീകാന്തും സഞ്ജുവിനെ തഴയുന്ന അവഗണനക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ലോകകപ്പ് വിജയത്തിന് ശേഷം വെറും 3 മോശം പ്രവർത്തന പേരിൽ എങ്ങനെയാണ് സഞ്ജുവിനെ തഴയുകയെന്നാണ് സെവാഗ് ചോദിക്കുന്നത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഫ്ലോപ്പായാലും അവരുടെ സ്ഥാനം സുരക്ഷിതമാണെങ്കിലും സഞ്ജുവിന് അങ്ങനെയല്ല കാര്യങ്ങളെന്നുമാണ് സെവാഗ് പറയുന്നത്. സഞ്ജു മറ്റേതെങ്കിലും രാജ്യത്തിനായി കളിക്കണമെന്നാണ് സെവാഗ് ചൂണ്ടിക്കാട്ടിയത്. അത്രത്തോളം അവനെ നേരിട്ടുവെന്നും സെവാഗ് പറയുന്നു. സുരേഷ് റെയ്നയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ലോകകപ്പിൽ ഇന്ത്യയെ കിരീടം ചൂടിക്കുന്നതിൽ കൂടുതൽ എന്താണ് തെളിയിക്കാനുള്ളത്? എന്നിട്ടും ടീമിൽ അവസരമില്ലാത്തത് ദൗർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്. സഞ്ജു സാംസനെ തഴയുന്നത് അനീതിയാണെന്ന് RSൻ പറയുമ്പോൾ എന്തുകൊണ്ട് സഞ്ജു മാത്രം തഴയപ്പെടുന്നത് എന്ന ചോദ്യമാണ് ക്രിസ് ശ്രീകാന്ത് ഉയർത്തുന്നത്. ഓരോ താരങ്ങൾക്കും ഓരോ നിയമം എന്ന നിലയിലാണ് നിലവിലെ ടീം മാനേജ്മെന്റിന്റെ സമീപനം. അതുകൊണ്ട് തന്നെ ടീമിൽ നിന്ന് നീതി സഞ്ജു പ്രതീക്ഷിക്കുന്നില്ല. തന്റെ സഹതാരങ്ങളോട് മത്സരിക്കാൻ ഇല്ലെന്നും മത്സരിക്കേണ്ടത് എതിർ ടീം താരങ്ങളാണെന്നും സഞ്ജു പറയുന്നു. അതേസമയം സഞ്ജുവിനെ അവഗണിക്കാൻ കാരണം ലോബികളുടെ ഇടപെടലുകളല്ലെന്നും അതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ടെന്നുമാണ് സഞ്ജുവിന്റെ പിതാവ് പറയുന്നത്. എന്തായാലും സഞ്ജുവിന് തുറന്നു പറച്ചിൽ ഇതിനോടകം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇത് സഞ്ജുവിന്റെ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. തഴയും തോറും വളരുന്ന, വീഴ്ത്തും തോറും കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്ന ഒരു പോരാളിയുടെ പേരാണ് സഞ്ജു സാംസൺ. സെലക്ടർമാരുടെ തന്ത്രങ്ങൾക്കോ ക്രിക്കറ്റ് ബുദ്ധിജീവികളുടെ വിവേചനങ്ങൾക്കോ മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല സഞ്ജു എന്ന താരത്തോട് ഈ നാടും ക്രിക്കറ്റ് പ്രേമികളും കാണിക്കുന്ന സ്നേഹം. തനിക്ക് മത്സരമുള്ളത് ഒപ്പമുള്ള സഹതാരങ്ങളോടല്ല, മറിച്ച് എതിർ ടീമിലെ കളിക്കാരാണെന്ന് സഞ്ജു പറയുമ്പോൾ അതിലുണ്ട് നീതി ലഭിക്കാത്ത ഒരു സ്പോർട്സ്മാന്റെ ആത്മാഭിമാനം. നീതി നിഷേധിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് പോലും മാന്യതയോടെ മാത്രം സംസാരിച്ച സഞ്ജുവിനെ ഇനി എത്ര കാലം നിങ്ങൾ പുറത്തിരുത്തും? ബാറ്റ് കൊണ്ട് സംസാരിക്കുന്ന സഞ്ജുവിന് മുന്നിൽ കാലം ഇനിയും കാവ്യനിധി കരുതി വെച്ചിട്ടുണ്ടാകും.